ശബരിമല പീഠം വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമ നടപടിക്കൊരുങ്ങുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ദേവസ്വം വിജിലൻസ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും. അതിനിടെ വിവാദങ്ങളിൽ ഇതുവരെ പ്രതികരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായിട്ടില്ല. റഹീസ് റഷീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റഹീസ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയും ഈ സ്വർണ്ണപീഠത്തെ ചുറ്റിപ്പറ്റിയും ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സ്വർണ്ണപീഠം കൈവശം വെച്ചിട്ടും എന്തുകൊണ്ട് അത് അറിയിച്ചില്ല, പിന്നിൽ ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. ഇതുമായി സംബന്ധിച്ച് അടുത്ത നീക്കം, ദേവസ്വം ബോർഡിന്റെ നീക്കം എന്താണ്? നമുക്ക് ഇതുമായി സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ പല ദുരൂഹതകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലുണ്ട്. ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം നടത്താനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. രണ്ട് തരത്തിലുള്ള നടപടിയാണ് ദേവസ്വം ബോർഡ് എടുക്കുക. ഒന്ന്, പോലീസിൽ പരാതി നൽകും. ദേവസ്വം ബോർഡിനെ അപകീർത്തിപ്പെടുത്തി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ബോർഡ് ഭരിക്കുന്ന ആളുകളെ പ്രതിസ്ഥാനത്ത് നിർത്തിയതിൽ ഒരു പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് എന്നത് ഒരു വ്യക്തത വന്നിട്ടില്ല. മറ്റൊന്ന്, ഈ ദേവസ്വത്തിന്റെ വിജിലൻസ് തന്നെ ഇതേപ്പറ്റി ഒരു സമഗ്രമായ അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനം തത്വത്തിൽ എടുത്തിട്ടുണ്ട്. അതിൽ സാധാരണഗതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഹൈക്കോടതിയിലെ ശബരിമല ബെഞ്ച് വഴി അതിന്റെ അനുമതിയോടുകൂടിയാണ് ഹൈ അതോറിറ്റി കമ്മിറ്റി കൂടി ശബരിമലയ്ക്കുണ്ട്. ഇതിന്റെ കൂടി അനുമതിയോടുകൂടിയാണ് നീക്കങ്ങൾ നടത്തുക. ദേവസ്വം ബെഞ്ച് കൂടുതൽ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയും വാസുദേവനെതിരെയും വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരിക്കും, അവിടുത്തെ ശബരിമല ബെഞ്ചിനെ സമീപിക്കുകയായിരിക്കും ചെയ്യുക. അതിനുശേഷമായിരിക്കും തുടർ അന്വേഷണങ്ങൾ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. മറ്റൊന്നത്, രാഷ്ട്രീയമായി ഓരോ ദിവസം കൂടുമ്പോഴും കൂടുതൽ വലിയ രീതിയിൽ ആരോപണം വരികയാണ്. ഇന്നലെ കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും VD സതീശനും മറ്റൊരു തരത്തിലുള്ള അന്വേഷണം, സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികളല്ലാത്ത മറ്റൊരു ഏജൻസി. ഈ വിഷയത്തിൽ എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന ദുരൂഹതകൾക്കൊക്കെ ഒരു മറുപടി വരണം. എന്തായാലും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്.